മലയാളികളുടെ ഒക്കെ ഉള്ളൊരു സംശയമാണ്, നമ്മുടെ രാഹുലും കൃഷ്ണേന്ദും ശരിക്കും കപ്പിളാണോ എന്ന്. ശരിക്കും കിസ് അടിച്ചു എന്റെ അടുത്ത്. പട്ടിയുടെ പേര് ചമ്പക്ലാൽ സുദർശൻ. അതെന്നെ കാണണം, പേര് കേട്ടിട്ട് അതിനൊന്ന് കാണണം നിങ്ങൾ. ഒരു ഭയങ്കര ടെററായിട്ടുള്ള ഒരു ഡോഗിനെയാണ് നമ്മൾ മനസ്സിൽ ആ സാധനം ഉദ്ദേശിക്കുന്നത്. പട്ടിയെ കുറിച്ചൊന്നും പറയണ്ട, നീ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്നതാണ് കൃഷ്ണേന്ദ. 2 ബേസിൻ ചോറ് വെച്ചേക്കും, എല്ലാവർക്കും വേണ്ടി 2 ബേസിൻ ചോറ് വെച്ചേക്കുക. പിന്നെ അന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാ പറഞ്ഞ അവളുടെ പ്ലേറ്റാണ്. അന്ന് എന്തിനാ പിടങ്ങിയത്? നമുക്ക് ടോപ്പിക് വിടാം. അവളെ കൊറേ ദിവസം ശേഷമാണ് വിളിച്ചത്. ഞാൻ പറയട്ടെ, പറയണ്ടേ? എന്താ ഞാനിപ്പോ ഇവിടെ കണ്ടത്? എന്താ ഇവിടെ സംഭവിച്ചത്? സ്ഥിരം ചെയ്യുന്നതാണ് ആക്ച്വലി. എന്താ ഞാനിപ്പോ ഇവിടെ കണ്ടത്? എന്താ ഇവിടെ സംഭവിച്ചത്? സ്ഥിരം ചെയ്യുന്നതാണ് ആക്ച്വലി. ഞാനപ്പോ നിങ്ങളെ ഒരു നെക്സ്റ്റ് ഒരു റൗണ്ടിലേക്ക് കൊണ്ടുപോവാണേ, ഒരു റാപ്പിഡ് ഫയർ. അപ്പൊ ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിന് ഉത്തരം നൽകണം. ഫസ്റ്റ് ക്വസ്റ്റ്യനെ, ഡയറക്ടർ ഒരു സീൻ പറഞ്ഞു തന്നിട്ട് അത് അത്രയ്ക്ക് വേണോ എന്ന് തോന്നിയിട്ടുണ്ടോ? ഈശ്വര, ഇത് ഇത്രയ്ക്ക് വേണോ, ചെയ്യണോ എന്നൊക്കെ തോന്നിയ സീനുണ്ടോ? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കെല്ലാം ഓക്കെ ആണല്ലേ? എന്നുവെച്ചാ ഈ സീൻ മാത്രമാണ് അങ്ങനെ പറയാനായിട്ട് ഒരു സീനാണെങ്കിൽ ഇത് മാത്രമാണുള്ളത്. അപ്പൊ അത് ആക്ച്വലി ഈ സിറ്റുവേഷനും മൊത്തം ബേസ്ഡ് ആയിട്ട് ഇതില് ഭയങ്കര അനിവാര്യമാണെന്ന് തോന്നിയിട്ടാണ് അത് ചെയ്തത്. കാരണം അല്ലെങ്കിൽ ഒരു മീനിങ്ലെസ് ആയി പോവുക ആ ഒരു സംഭവം. ഇത്ര നാള് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് കാഷ്വലി എന്തെങ്കിലും കാണിച്ചിട്ട് പോവുകയാണെങ്കിൽ അതൊരിക്കലും അത് ആപ്റ്റായിട്ട് തോന്നിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് അത് അത്ര ഇതിന് വേണം, ഇത് അതിന് അനിവാര്യമാണെന്ന് തോന്നിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. കാരണം ഒരു ഫാമിലി ആണെങ്കിൽ അതിൽ ബോണ്ടിങ് കാണിക്കുന്നത്, അത് ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു വൾഗാരിറ്റി ഇല്ലാത്ത രീതിയിലാണ് അത് ചെയ്തത്. അപ്പൊ ആ ഒരു മിനിമം ആ ഒരു എക്സ്പ്രസീവ് ആവുക, ആ ഒരു ലവിന്റെ എക്സ്പ്രഷൻ അത് കാണിച്ചില്ലെങ്കിൽ അത് പോരായ്മ വരും തോന്നി ആക്ച്വലി. അതുകൊണ്ട് അല്ല, എനിക്ക് സംഭവിച്ചെങ്കിൽ ഫസ്റ്റ് പറഞ്ഞപ്പോൾ ഇവ എൻ്റെ അടുത്ത് ചോദിച്ചു അങ്ങനെ സീൻ ചെയ്യാൻ ഓക്കെ ഒക്കെ അല്ലേ പറഞ്ഞു. ഞാൻ ഓക്കെ ആണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഇത്രയും ക്ലോസ് ആയിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ വേറെ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ഹഗ് ചെയ്തിട്ടുള്ള ഒരു സംഭവം പോലെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പം എനിക്ക് അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേറെ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പം എല്ലാവർക്കും ഉള്ള ലേഡീസ് അല്ലേ, ഇപ്പം നമ്മുടെ കൂടെയുള്ള ആൾക്കാർ തന്നെ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു, അവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി രാഹുൽ സുരേഷ് ആയതുകൊണ്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി അത് ചെയ്യാൻ ഓക്കെ എന്നുള്ളൊരു അത്രയും കംഫർട്ടബിൾ ആയ കാരണമാണ്. ഇപ്പോൾ വേറെ ആൾക്കാർ നമുക്ക് ആ ഒരു ഇതും കൂടി നോക്കണം, എനിക്ക് നോക്കണമായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ സ്റ്റോറി വൈസ് പോകുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി അത്രേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അത് അതിനെ ആ രീതിക്ക് കാണും. സീരിയലാണ് അത് റിയൽ അല്ല, അല്ലെങ്കിൽ ലൈഫ് അല്ല. അത് സീരിയൽ വേറെ, ലൈഫ് വേറെ മാറ്റി ഇതാക്കിയാൽ മതി. ഫസ്റ്റത്തെ ആ ഒരു ഇതെനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആർക്കായാലും നോർമലി വരുന്നൊരു സംഭവം, എനിക്ക് നോർമലി അത് അങ്ങനെ ചെയ്യാം. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്. നമ്മൾ എന്താണെങ്കിലും ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ചിന്തയുണ്ടല്ലോ, അതെനിക്ക് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓക്കെ, നമ്മുടെ സീരിയലാണത്, സീരിയലായിട്ട് കാണുന്നു, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ നിങ്ങൾ അപ്പോ ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴേ ഇതൊക്കെ ക്യാമറ ട്രിക്ക് ആണോ എന്ന് എപ്പോഴും ചോദിക്കുന്നല്ലോ അപ്പാപ്പന്മാരും അമ്മാവന്മാരും ഒക്കെ ഉണ്ട്. എന്റെ ഒരു ആർട്ടിസ്റ്റ് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ശരിക്കും കിസ് ചെയ്ത് ഇപ്പൊ അടുത്ത് പറ്റിയാണോ? അതായത് ഇതൊക്കെ കാണുമ്പോഴത്തേന് പണ്ടൊക്കെ ആൾക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറ്റേ ക്യാമറ ട്രിക്ക് ആണ്, മറ്റേ ചുണ്ടൊക്കെ അവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നത്. അല്ല, എന്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഏഷ്യാനെറ്റിലെ തന്നെ ഒരു ഹീറോയിൻ ആണ് ചോദിച്ചത്, നിങ്ങൾ ശരിക്കും കിസ് അടിച്ചു ചോദിച്ചു എന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു കിസ് ചെയ്തത് നമ്മൾ ചീക്സിൽ കിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ വന്ന് ഹൈഡ് ആക്കുകയാണ് ചെയ്യുന്നത്, അത് ശരിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു ചോദിച്ചു. അപ്പൊ ഇല്ല, അതൊന്നും ചെയ്തിട്ടില്ല. അത് ജസ്റ്റ് വന്ന് നമ്മൾ മാസ്ക് ചെയ്യുമ്പോൾ, അത് എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. മാസ്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്ന ആ ഒരു ഫേസിൽ എക്സ്പ്രഷൻ, കൈയൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ വരുന്നത്, ആ ഒരു ഫീല് കിട്ടുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ക്യാമറ ട്രിക്ക് തന്നെയാണല്ലേ. രാഹുലിനോട് ചോദിച്ചിട്ടുണ്ടോ? എന്നോട് ആക്ച്വലി നമ്മുടെ ഈ സീൻ കഴിഞ്ഞ പിന്നെ നമ്മളിപ്പോഴാണ് ബ്രേക്കിന് വന്നത്, പിന്നെ അങ്ങോട്ട് എവിടെ പോയില്ല. പോകുമ്പോ ചോദിക്കും അല്ലേ? അറിയില്ല, ചോദിക്കുമായിരിക്കും. അപ്പൊ ഇതുവരെ നമ്മള് കഴിഞ്ഞു വന്നേ ഉള്ളൂ. അത് വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്ത് ഇപ്പൊ ആദ്യമായിട്ട് ഇവിടെയാണ് വരുന്നത്. ഓക്കെ.
ഇനി അടുത്ത വരുന്ന റൊമാൻറ്റിക് സീൻസ് ഏതൊക്കെയാണെന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കാറുണ്ടോ? കാരണം ഇങ്ങനെ ഡെയിലി ഓരോരോ റൊമാൻറ്റിക് സീൻസ് നമുക്ക് ഡെയിലി ഓരോ എപ്പിസോഡിലും കാണുമല്ലോ. അപ്പൊ ഇനി അടുത്ത എന്തായിരിക്കും വരുന്നത്? കാരണം സീരിയൽ ഇങ്ങനെ ചേഞ്ചസ് ഒക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ സ്ക്രിപ്റ്റിലൊക്കെ. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിക്കുന്നത് അടുത്ത ഏതായിരിക്കും ഈ റൊമാൻറ്റിക് സീൻസ് വരുന്നത്? അടുത്ത റൊമാൻറ്റിക് സീൻസ് വന്നാൽ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അത് പോകുമ്പോ അല്ല ഈ ഒരു സീൻ ഇപ്പൊ ഈ ഒരു സീക്വൻസ് വന്നതിലാണ് ഈ ഒരു ക്ലോസ്നെസ് കാണിച്ചിട്ടുള്ളൂ. അപ്പൊ അടുത്ത് ഇനി വന്നാലും ഇതുപോലത്തെ സംഭവങ്ങൾ അതിൽ ഉണ്ടാവില്ല. കാരണം ഇത് നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ ഈ സാധനം ചുമ്മാ കാഷ്വലി എന്തെങ്കിലും കാണിച്ച് ഇങ്ങനെ മരണമാണല്ലോ എല്ലാത്തിലും ടിപ്പിക്കലി കാണിക്കുന്നത്. അപ്പൊ അതിന് പകരമായിട്ട് കുറച്ച് ബോൾഡ് ആയിട്ട് ഇതിൽ കാണിക്കണം, കാരണം ഒരു എക്സ്പ്രസീവ് ആവണം എന്നുള്ള രീതിയിലാണ് ഇതിൽ ചെയ്തത്. അപ്പൊ ഇനി അങ്ങോട്ട് റൊമാൻറ്റിക് സീൻസ് വന്നാലും അത് ഭയങ്കര പ്ലേഫുൾ ആയിട്ടുള്ള സാധനമായിരിക്കും, എല്ലാവർക്കും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് അയ്യോ അല്ലെ അങ്ങനെ ഒരു സാധനമേ അതിൽ ഉണ്ടാവില്ല എന്ന സാധനമുണ്ട്. അപ്പൊ ആക്ച്വലി എക്സൈറ്റഡ് ആണ് നല്ല സീൻസ്. നിങ്ങളപ്പോ ആലോചിക്കാറുണ്ടോ ഇതായിരിക്കും അതായിരിക്കും ഇങ്ങനെ വന്ന് നല്ലതായിരിക്കും എന്നൊക്കെ ആലോചിക്കാറുണ്ടോ? ഇങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും അങ്ങനെ ആലോചിച്ചൊരു റൊമാൻറ്റിക് സീൻ എന്തായിരിക്കും? ഇങ്ങനെ വന്നാൽ നല്ലതായിരിക്കും എന്ന് ആലോചിച്ചത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സീൻസ് വരുന്നെങ്കിൽ ഇങ്ങനെ പുറകിന്ന് വന്നിങ്ങനെ എന്തെങ്കിലും ഹഗ് ചെയ്യുന്ന സീനാണെങ്കിൽ അതിന് പകരമായിട്ട് വേണമെങ്കിൽ ജസ്റ്റ് 2-3 പ്രാവശ്യം ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ഉണ്ടായിട്ടുണ്ട്. അതായത് എപ്പോഴും വന്ന് കറക്കിയിട്ട് ഇങ്ങനെ ആക്കുന്ന ഒരു സീൻ അത് ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്ന പോലെ തോന്നാറുണ്ട്. അപ്പൊ നമ്മൾ തന്നെ സാറിന്റെ അടുത്ത് പറയും, സാർ നമ്മള് 2-3 പ്രാവശ്യം ആ ഒരു സെയിം സംഭവമാണ് ചെയ്തേക്കണം, അതിന് പകരം നമ്മള് വേറെ ചെയ്യാൻ ഇങ്ങനെ എടുത്തു പോകുന്നത് ചെയ്യുമ്പോൾ സാർ അത് നല്ലതാണെങ്കിൽ 100% അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടേതായ സ്പേസ് നമുക്ക് തരും. അല്ലാണ്ട് നിങ്ങൾ ഇതേ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ തിരിയണം, അങ്ങനെ ഒന്നും സാറ് റെസ്ട്രിക്ട് ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ റെസ്ട്രിക്ഷൻ ഇല്ലാണ്ട് വരുമ്പോ തന്നെ നമുക്ക് കുറച്ചും കൂടി നമ്മളെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, കുറച്ച് കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. നോക്കിയിട്ട് അത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ മോനെ അത് വേണ്ട എന്നുള്ള കാര്യം അവിടെ കൊള്ളില്ല അങ്ങനത്തെ. അതായത് അവരുടെ ഇതിൽ നമുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഓക്കെ ആയിരിക്കും, പക്ഷെ സാറിന് ചിലപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ അത് അത്ര നന്നായിട്ടില്ലെങ്കിൽ സാറ് അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യുന്നു, അത് തന്നെ മതി എന്ന് പറയാം. അപ്പൊ ഓക്കെ, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ഫ്രീഡം കിട്ടുന്നുണ്ട്, നല്ല ഫണ്ടാണ്. ഓക്കെ, ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ ട്രോളുകൾ വാങ്ങിച്ചു കൂട്ടുന്ന ആരാണ്? നിങ്ങളിൽ ആരാണ്? കൃഷ്ണേന്ദു. നമ്മളെ കളിയാക്കുന്ന നമ്മളെല്ലാരും ആക്കുന്നല്ലേ. അയ്യോ, അതിനൊരു ടീമാണ് അവിടെ. ആർട്ടിസ്റ്റ് മാത്രമല്ല, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ നമ്മുടെ സെറ്റില് ഇവളെ കളിയാക്കുമ്പോ സന്തോഷമാണ് എല്ലാവർക്കും. കാരണം അതിന് തക്കതായ കാരണങ്ങളുണ്ട്. ഇവളുടെ പട്ടിയുടെ പേര് ചമ്പക്ലാൽ സുദർശൻ. അപ്പൊ ഞങ്ങൾ പറയാം, അപ്പൊ ഇവളുടെ പട്ടികൾക്കാണ് മനുഷ്യരുടെ പേരും, ഇവരുടെ മറ്റേ മാമന്റെ പേര് ജിമ്മി കൈസർ പറഞ്ഞ ഒരു പട്ടിയുടെ പേരാണ് ചമ്പക്ലാൽ സുദർശൻ. ആലോചിച്ചു ആ ഡോഗിന്റെ ഒരു അവസ്ഥ ആലോചിക്കും. എന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും ജിമ്മിയും കൈസറൊക്കെ വന്നിട്ട് ഇവനെ കളിയാക്കില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിവിടെ കളിക്കുന്നത്. ഇതിനുള്ള സിറ്റുവേഷൻസ് ഇവള് തന്നെ ഉണ്ടാക്കി തരുവാണ്. അപ്പൊ സാറ് ഡയറക്ടർ ആണെങ്കിലും ചമ്പക്ലാൽ സുദർശൻ എന്ന് പറഞ്ഞ ആ പട്ടി ഇവള് വിളിക്കുന്നത് ചമ്പൂന്ന് എന്താ വിളിക്കുന്നത്. അപ്പൊ ഡയറക്ടർ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ചമ്പക്ലാൽ സീനൊക്കെ വിളിക്കുന്നത് അങ്ങനെയാണ് എല്ലാവരും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രോൾ മേടിച്ചു കിട്ടുന്ന ആള് അങ്ങനെയൊന്നല്ല. നമ്മള് ഫുഡ് കഴിക്കാൻ ടൈമിലൊക്കെ ഡൈനിങ് ടേബിളിലൊക്കെ ഇരിക്കുമ്പോൾ അതുവരെ ചിലപ്പോൾ ഈ ആർട്ടിസ്റ്റ് എല്ലാം ക്രൂ അവരൊന്നും വലിയ അത്ര വലിയ സംസാരമൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഞാൻ എന്തെങ്കിലും ജസ്റ്റ് എന്താ വായുന്ന എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ചാടിപ്പോകും. അതങ്ങ് കിട്ടി കഴിഞ്ഞിട്ടുള്ള ഒരൊറ്റ ടീമാണ് എല്ലാവരും. അതിന് വേറെ റീസണുകളുണ്ട്. കാരണം ചില ആൾക്കാര് ഭയങ്കര ഹെൽത്തി ആയിട്ട് അതിനെടുക്കും, എൻജോയ് ചെയ്തിട്ട്. ഞാൻ അങ്ങനെ ഒരാളാണ്. ഇപ്പൊ നമ്മുടെ ക്യാമറ ചെയ്യുന്ന ചേട്ടൻ കൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഇപ്പൊ മാറി, എന്നാലും നമ്മളെയൊക്കെ കളിയാക്കുമ്പോ നമുക്കതൊരു ഫണ്ണാണ്. അത് ആക്ച്വലി ഇഷ്ടമുള്ള സ്ഥലത്താണ് ചിലപ്പോൾ അത് നടക്കുള്ളൂ. അപ്പൊ ഇവളത് വളരെ ഹെൽത്തി ആയിട്ട് എടുക്കുന്ന ഒരാളാണ്. ബാക്കി എല്ലാവരെയും കൂടെ കൃഷ്ണേന്ദു ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അപ്പൊ നമുക്കും ആ ഒരു പോസിറ്റിവിറ്റിയാണ്. പക്ഷെ എല്ലാരും അങ്ങനെയല്ല. ചിലരൊക്കെ പറയുമ്പോഴേക്കും അവര് ഭയങ്കര ഫീൽ ആവും മേ ബി, അല്ലാതെ വേറെ രീതിയിൽ എടുക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ സംഭവം പറയില്ല. ഇവൾ അത്രയും ഹെൽത്തി ആയിട്ട് അത്രയും പോസിറ്റീവ് ആയിട്ട് ഇടുന്നുണ്ട്. എല്ലാരും ഞാനൊരു കാഴ്ച മനസ്സിലാവുന്നുണ്ടോ? ആക്കിയതാണോ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? നമ്മൾ എവിഡന്റ് ആയിട്ടാണ്. അതെ, ഞങ്ങൾ തൂക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കുകയാണ് എന്നുള്ള രീതിക്ക് തന്നെ. പക്ഷെ ഞാനപ്പോ ചോദിക്കും, എന്നെ കളിയാക്കിയിട്ട് അവരും ചോദിക്കും നീ ഹാപ്പി അല്ലേ? അത് മതി, അത് മതി, നമ്മള് കാരണം അവര് ഹാപ്പിയാണോ? അത്രേ ഉള്ളൂ. അപ്പൊ ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ മണ്ടത്തരങ്ങളൊക്കെ വരുന്നത് തീർച്ചയായിട്ടും ഏറ്റവും അങ്ങനെ ഏറ്റവും വലിയൊരു മണ്ടത്തരം ഏതാണ് പറഞ്ഞത്? എല്ലാം മണ്ടത്തരങ്ങള് കാണിക്കുന്നത് ഇവളല്ല, നവനീതാണ്. കാരണം അവൻ പല ചില ഭയങ്കര രസകരമായിട്ടുള്ള നമ്മളൊരു ദിവസം പുറത്തു പോയിട്ട് വെള്ളം മേടിക്കാൻ പോയി. വെള്ളം മേടിക്കാൻ പോയി. വെള്ളം ദാഹിക്കുമല്ലോ.
ഓക്കെ സോഡ അപ്പത്തേക്കും ചേട്ടാ ഒരു സോഡ കാറിലാണ്. നീ ഇല്ലായിരുന്നല്ലോ, ഞാൻ പറയട്ടെ. നീ പറഞ്ഞ കഥയല്ലേ, എനിക്കറിയാം അവിടെ പാട്ടോ. അപ്പൊ നവനീത് ചേട്ടാ ഒരു സോഡ വേണമെന്ന് പറഞ്ഞു, ഒരു കുപ്പി. അപ്പൊ ചേട്ടൻ ചോദിച്ചു, എടാ 20 ഉണ്ട് 40 ഉണ്ട് ഏതാ വേണ്ടേ? 20 മതി അവൻ തന്നെ പറഞ്ഞു. 20 സോഡ വന്നിട്ട് ഗൂഗിൾ പേ എടുത്തിട്ട് അവൻ ചോദിക്കും എത്രയാ 20 സോഡ എന്ന് പുള്ളി തന്നെ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് നവനീത്. സെറ്റിലാണെങ്കിലും ഞങ്ങള് 3 പേരാണ്. എന്തായാലും സ്കോർ അല്ല, അവനുള്ള കാരണം എനിക്ക് അവനൊരു പ്രോ മാക്സ് ആണ്, ഞാൻ പ്രോ ആണ്. ഞാൻ അതിന്റെ ഇടയ്ക്ക് ചോദിക്കാൻ വന്നു, എന്താണ് പെറ്റിന് അങ്ങനെ ഒരു പേരിടാൻ കാരണം? അതായത് എന്നെ കാണിച്ചു, ഞാൻ കണ്ടില്ല. ചെമ്പുനുണ്ടല്ലേ, ചമ്പക്ലാൽ. എന്റെ ഫോണിന്റെ വാൾപേപ്പർ അവനാ. ചമ്പക്ലാൽ സുദർശൻ. ഓ, ഞാനും ആദ്യമായിട്ട് അത്ര ഒരു പവർഫുൾ നെയിം അല്ലേ? അതെന്നെ കാണണം, പേര് കേട്ടിട്ട് അതിനൊന്ന് കാണണം നിങ്ങൾ. ഇതാണ് ഗൈസ് നമ്മുടെ ചമ്പക്ലാൽ സുദർശൻ. ഇത്രയും ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡോഗ് നിങ്ങൾ കണ്ടോ? ഒന്ന് കാണിച്ചു. ഇതാണ് ഗൈസ്, അയ്യോ പോയോ, ഇതാണ് ഗൈസ് ചമ്പക്ലാൽ സുദർശൻ. നിങ്ങളിത് കാണുന്നുണ്ടോ ഗൈസ്? നമ്മൾ ആക്ച്വലി ചമ്പക്ലാൽ സുദർശൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ഒരു ഭയങ്കര ടെറർ ആയിട്ടുള്ള ഒരു ഡോഗിനെയാണ് നമ്മൾ മനസ്സിൽ ആ സാധനം ഉദ്ദേശിക്കുന്നത്. പട്ടിയെ കുറിച്ചൊന്നും പറയണ്ട, നീ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പോയോ? സത്യം, അയ്യോടാ മുഖം നോക്കി, കുഞ്ഞ് പാലൊക്കെ കുടിച്ചിരിക്കുക. പക്ഷെ അതിന്റെ മുഖത്ത് എന്നും ഒരു വിഷമമുണ്ട്, ചെറിയൊരു വിഷമമുണ്ട്. അതായത് ഞാൻ പണ്ട് ഹിന്ദി സീരിയൽസ് കാണുമായിരുന്നു കൊറേ. നമ്മുടെ ഇപ്പോഴത്തെ ചന്ദനമഴയില്ലേ, ഇപ്പോഴത്തെ അല്ല, ചന്ദനമഴ സീരിയലിന്റെ ഹിന്ദി സീരിയൽ ഉണ്ടായിരുന്നു, സാത്യ ബാദ സാത്യ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് രാശി എന്ന് പറഞ്ഞിട്ടൊരു പെങ്കൊച്ചാണ്. അപ്പൊ അതിന് കുട്ടിയില്ലാത്ത കാരണം ഒരു പട്ടീനെ അങ്ങ് വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പട്ടീനെ വളർത്തുമ്പോ അതിന് എന്ത് പേരിടും എന്നുള്ളതുണ്ടായിരുന്നു. അപ്പൊ അതിൽ ആ പട്ടിക്ക് കുറെ റോക്കി അങ്ങനെയൊക്കെ പറയുമ്പോ അതിന്റെ ഒരു അമ്മായിമ്മ ഉണ്ട്, ഹെവി ആയിട്ടുള്ള ഒരു അമ്മായിമ്മ ഉണ്ട്. ആ അമ്മായിമ്മയുടെ പേരാണ് ചമ്പക്ലാൽ സുദർശൻ. അന്ന് ഞാനത് നോട്ട് ചെയ്തായിരുന്നു, നല്ലൊരു പേര് ചമ്പക്ലാൽ സുദർശൻ ആയ കാരണം. അല്ലെങ്കിൽ ഇവൻ നോർമലായി പോവില്ലേ? എന്റെ പട്ടി എന്ന് പറഞ്ഞാൽ അത്രയും ഹെവി പവർഫുൾ ആണ്. ഞാൻ ആലോചിക്കുക, ഒരു കല്യാണം കഴിച്ചിട്ട് കുട്ടി ഉണ്ടാവുമ്പോ എന്തൊക്കെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കുഞ്ഞുണ്ടാവുമ്പോ എന്തായിരിക്കും ഇടാൻ? കുഞ്ഞിനെ കുറിച്ചൊന്നും ചെയ്യുമ്പോ എന്റെ പോലത്തെ ഒരു കൊച്ചാവില്ലേ ചിലപ്പോ വിഷയായിരിക്കും കൊച്ചൊക്കെ. അതെന്താ അങ്ങനെ ഒരു പറയാൻ കാരണം? എന്ത് എനിക്കറിയാലോ, എന്റെ പാരന്റ്സിനെ ഞാൻ എത്രത്തോളം കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവരെന്നെ എന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഈ 2 മണിക്കൊക്കെ എണീറ്റിരുന്ന് കരഞ്ഞ് പുട്ടും പഴമൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് ചെറുപ്പത്തിൽ കരഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പുട്ട് കിട്ടാതെ എന്നിട്ട് അങ്ങനെയൊക്കെ. ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്ന ആള് കൃഷ്ണേന്ദ. കാണുന്നോലല്ല, ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്നത്. അല്ല, ഒരു ടൈമിൽ ഒരു 3 മാസം എനിക്ക് ശരിക്കും കഴിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇവര് എനിക്ക് ഭയങ്കര സന്തോഷമായില്ലടാ, കൃഷ്ണേന്ദു തീറ്റപ്പാട്ടാണ് കൃഷ്ണേന്ദു എന്തൊക്കെ കഴിക്കും. എത്ര രാവിലെ ഞാൻ നോക്കുമ്പോ പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാവാത്ത രീതിയിൽ അത്രയെന്ന് വെച്ചാൽ 2 ബേസിൻ ചോറ് വെച്ചേക്കും, എല്ലാവർക്കും വേണ്ടിട്ട് 2 ബേസിൻ ചോറ് വെച്ചേക്കുക. പിന്നെ അന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാ പറഞ്ഞ അവിടെ പ്ലേറ്റാ, ലിറ്ററലി 2 ബേസിൻ വെച്ചേക്കുന്ന പോലെയൊക്കെയാണ് ഫുഡ് കഴിക്കുക. കാണുന്നോലല്ല ഫുഡ് കഴിക്കുക. പറഞ്ഞോളൂ പ്ലീസ്. അതായത് ഞങ്ങള് വീട്ടിലും ചോറൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോ അതെന്തോ ഒരു കുത്തി പറയുന്ന പോലെ അല്ലേ? അതായത് അച്ചമ്മയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഒരു 11 മണിയാകുമ്പോ അച്ചമ്മ കഞ്ഞി കുടിക്കും. കഞ്ഞി എന്റെ ഫേവറേറ്റ് കഞ്ഞിയാണ്. കഞ്ഞി നല്ല ടേസ്റ്റ്. രാഹുൽ ഇപ്പൊ എന്തോ മനസ്സിലായില്ലേ? അത് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല, കഞ്ഞി ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. എനിക്ക് വേറെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ട് വയറിറങ്ങില്ലെങ്കിലും കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അച്ചമ്മ കഞ്ഞി അച്ചാച്ചന് ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അത് കൂട്ടിയിട്ട് തറവാട് തൊട്ടടുത്താ. എനിക്ക് 2 വീട്ടിലെ ഫുഡാണ്, എന്റെ വീട്ടിലും തറവാട്ടിലെ ഫുഡ് കിട്ടും. അപ്പൊ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കഞ്ഞി. ഇവിടെ വന്നപ്പോഴാണ് രാത്രി ചപ്പാത്തിയും പൊറോട്ട അങ്ങനെ സംഭവങ്ങളൊക്കെ. എനിക്ക് കഞ്ഞി കിട്ടിയിരുന്നെങ്കിൽ അത്രയും സന്തോഷം. അപ്പൊ ഈ ഉച്ചയ്ക്കാണ് എനിക്ക് ചോറ് കിട്ടുന്നത്. ഞാൻ ചോറ് നന്നായിട്ട് എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ്. ചോറ്, തൈര്, സാമ്പാർ, പപ്പടമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഉച്ചക്ക് സമയം എത്ര 2:55 പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ല, അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മുമ്പ് ഈ സീരിയലിലേക്ക് വന്നതിന് ശേഷം ശരിക്കും ഞാൻ ഇത്ര കഴിച്ചു തുടങ്ങി. ഫസ്റ്റ് ഒന്നും ഞാൻ അത്ര കഴിച്ചിരുന്നില്ലല്ലോ. ഇല്ല, ഫസ്റ്റ് വളരെ മിനിമൽ ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഞാനും കൃഷ്ണേന്ദും നവനീതും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഉണ്ടാവാറുള്ളത്. നമ്മൾ ഷേക്ക് കുടിക്കാൻ പോയാലും ഒരു 1/4 ഭാഗം കുടിച്ചിട്ട് ബാക്കി വെക്കും. ഞങ്ങൾക്ക് ലാഭമാണ്. കോമഡിയാണ്. വെയിറ്റ് ചെയ്തിരിക്കും. അവൻ ഫസ്റ്റ് കുടിച്ചിട്ട് അവനറിയാം എന്റെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. കഴിഞ്ഞോ വേണോ? പക്ഷെ അതൊക്കെ ഒരു കാലം. അല്ല, ഇപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഇവിടുത്തെ ചോറായിട്ട് ഞാൻ സെറ്റായി. അതായത് നമ്മുടെ ഇവിടുത്തെ ഈ വെപ്പല്ല തൃശ്ശൂരത്ത്. ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂർ വെക്കുന്നത് അങ്ങനെയല്ല. ഇവിടെ കുറച്ച് എരിവും സംഭവങ്ങളൊക്കെ കുറച്ച് കുറവാണ്. അവിടെ ഭയങ്കര സ്പൈസി ആയിട്ട് സാമ്പാറും അങ്ങനത്തെ. എനിക്ക് സാമ്പാർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ ഇഷ്ടം. അപ്പൊ ഇവിടുത്തെ ഫുഡായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ആയി. അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ആയി. പിന്നെ എനിക്ക്
വിഷമം വരുമ്പോൾ എല്ലാവരും ശരിക്കും വിഷമം സംഭവങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ ഫുഡ് കഴിക്കാന്ന് പറയാം. പക്ഷെ ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ food കഴിക്കും. കുറേ ചോറ് കഴിക്കും. ഒരു ദിവസം ഇങ്ങനെ കുറേ ഒരു ടൈം പീരീഡിൽ ഞാൻ തീരെ ഫുഡ് കഴിച്ചിരുന്നില്ല. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ കഴിക്കുന്നത്, ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു, രാഹുൽ എനിക്ക് നന്ദി, ഞാൻ ഭയങ്കര ഹാപ്പിയാ, എനിക്കിപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഞാനും ഇങ്ങനെയാണ് ഫുഡ് കഴിക്കുമ്പോൾ എന്താ സന്തോഷമാണ്. സങ്കടം വരുമ്പോ കഴിക്കാൻ പറ്റാറില്ല. എന്താ അല്ല, ഞാൻ പണ്ട് കഴിക്കില്ലായിരുന്നു, ഒത്തിരി ഒന്നും കഴിക്കില്ല. പക്ഷെ ഇപ്പൊ എന്തോ അല്ല, വിഷമം വരുമ്പോ എനിക്ക് വെള്ളം പോലെ എനിക്ക് ഇതാക്കാൻ പറ്റില്ല. ഇവനായിട്ട് ഒരു ദിവസം വഴക്കിട്ടിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഒരു ദിവസം താരമ്മയൊക്കെ വന്നിട്ട് പറഞ്ഞു കഴിക്കുക. അവര് വിചാരിക്കും ചിലപ്പോ നമ്മൾ കഴിക്കാതിരിക്കണത് ആള് പറഞ്ഞിട്ട് കേൾക്കില്ല. ഞാൻ പിറ്റേ ദിവസം പോയിട്ട് പറഞ്ഞു, താരമ്മ അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര വിഷമം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് സംഭവം ഒരു വെള്ളം പോലെ ഇറങ്ങൂല, അത് എടുത്തു കഴിഞ്ഞാൽ നമ്മളത് വേസ്റ്റ് ആക്കി കളയും. അപ്പോൾ ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ്. എനിക്ക് ചിലവർക്ക് ഉണ്ട്, ചിലർ പറയും വിഷമം വരുമ്പോൾ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കും, തടിയും വെക്കും എന്ന് പറയും. ചില ആൾക്കാരുണ്ട് വെള്ളം. എന്തിനാ രാഹുൽ എങ്ങനെ കൃഷ്ണേന്ദുവിനെ വിഷമിപ്പിക്കുന്നത്? എന്തിനെ പിണങ്ങിയിട്ട് അന്ന് എന്തിനാ പിണങ്ങിയത്? നമുക്ക് ടോപ്പിക് വിടാം. ഡെയിലി പിണക്കാണ് കേട്ടോ. നമ്മള് ഇങ്ങനെ മേടിക്കില്ല നമുക്ക്, എടാ കുറച്ച് വിഷമം തരുമോ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു ക്യാരക്ടറാ. അങ്ങനെ കുറെ ചോദിക്കും നമ്മള് കൊടുക്കുക, അങ്ങനെയല്ല. പക്ഷെ കൃഷ്ണേന്ദുവിനെ മനസ്സിലാക്കാത്ത ഒരാൾക്ക് കൃഷ്ണേന്ദുവിനോട് ഭയങ്കര ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് ആ കുട്ടികൾ. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പൊ സങ്കടം വന്നാൽ സംസാരിക്കാൻ പറ്റില്ല, ലിറ്ററലി സംസാരിക്കാൻ പറ്റില്ല. ഇവിടെ ബ്ലോക്ക് ആയി പോകും. അപ്പൊ നമ്മൾ വിചാരിക്കും ആറ്റിറ്റ്യൂഡ്. അപ്പൊ നമ്മൾ ചോദിക്കും കൃഷ്ണൻ എന്താ പ്രശ്നം പറ, മിണ്ടില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും, നമ്മൾ ഇഗ്നോർ ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഈ കുട്ടീനെ അറിയാൻ മേലാത്ത ആൾക്കാർ, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വിചാരിക്കും ഓ ഇഗ്നോർ ചെയ്യുന്ന ജാടയായിരിക്കും, അങ്ങ് പോയേക്കാന്ന് വിചാരിക്കും. നമ്മൾ പോകുന്നതൊക്കെ നമുക്ക് മനസ്സിൽ വിളിക്കുന്നത് അത് അത്രയും മനസ്സിലാക്കിയ ആൾക്കാർക്കാണ് അത് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാണ് ഇതെല്ലാരും അറിയട്ടെ അത് ഭയങ്കര ഇഷ്യൂ ആണ്. അതിപ്പോ എനിക്കും നവനീതിനും മാത്രമാണ് മേ ബി അറിയുള്ളൂ. അത് വളരെ വെരി റീസെന്റ്ലി ആണ് ഇവര് തന്നെ മനസ്സിലായത്. ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇപ്പൊ എന്തെങ്കിലും സംഭവം ഉണ്ടായി നമുക്ക് പോലും അറിയാൻ പറ്റില്ല. കാരണം നമ്മൾ ഗണിച്ചൊക്കെ കണ്ടുപിടിക്കണം എന്താ കാരണം. അപ്പൊ നമുക്കാണെങ്കിൽ ലിറ്ററലി ഇപ്പൊ എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പറയും, ആ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇത് പറയില്ല, നമ്മൾ മഷിയൊക്കെ ഇട്ട് കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ വരണം. അല്ല എന്നെ അങ്ങനെ ഓക്കെ ആക്കി അപ്പൊ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോ സംസാരിക്കാതിരിക്കുമ്പോ ചിലപ്പോ അടുത്ത ഇത്ര ഹെവി ആയിട്ട് ചിലപ്പോ ഒരു സീനായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പൊ സംസാരിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഇവള് സംസാരിക്കുന്ന സീനിലും വന്നിട്ട് ഇങ്ങനെ ചിലപ്പോ ഇരുന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സംസാരിക്കാൻ അപ്പൊ ഇങ്ങനെ ഇരിക്കും, സൗണ്ട് വരില്ല. അപ്പൊ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു മിണ്ടാതിരിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ എന്ന് വിചാരിക്കും. പിന്നീടാണ് മനസ്സിലായത് ഹെൽപ്ലെസ് ആയിട്ടിരിക്കണമെന്ന്. പിന്നീടാണ് അല്ല അത് എനിക്ക് ഞാൻ ഇപ്പോഴും വിചാരിക്കണം ഓഫ് എന്താ ഇങ്ങനെ, എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അതായത് ഭയങ്കര വിഷമം വന്നു കഴിഞ്ഞു വെച്ചെങ്കിൽ ഞാൻ സംസാരിക്കാൻ ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യമാണ് ഒരു ഇവന്റെ അടുത്ത് പറഞ്ഞ് പറ്റുന്നില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞു. പിന്നെ അങ്ങനെ ഇവർക്ക് മാത്രമേ ശരിക്കും അറിയുള്ളൂ, അധികാർക്കും അറിയില്ല. സൗണ്ട് എന്ന് പറയുന്ന സംഭവം വരില്ല. അത് കഴിഞ്ഞ് ഇവര് കുറെ നേരം ചിലപ്പോൾ നവനീതൊക്കെ എന്തെങ്കിലുമൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവനൊക്കെ എനിക്ക് ഒരു എക്സ്പ്രഷനൊക്കെ ഇടും. അങ്ങനെ ഓക്കെ ആയി. അതും എനിക്ക് ചിലപ്പോൾ ആ സമയത്ത് കേൾക്കില്ല. ആ സമയത്ത് ഒന്നും ഇവരെന്ത് പറയണത് ഒന്നും കേൾക്കാനും പറ്റില്ല. നമ്മള് കംപ്ലീറ്റ്ലി ഔട്ടായി പോകും. അത് കഴിഞ്ഞ് കുറേ നേരം മറ്റേ ഇവര് ഇടയ്ക്ക് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ പറയും ഓ ഡിപ്രഷനില്ല എന്ന് പറയും. ഇങ്ങനെ ഇരുന്ന് പിന്നെ ഓക്കെ ആകുമ്പോഴാണ് എന്തേലൊക്കെ വായന്ന് വരുള്ളൂ. അതുവരെ എനിക്ക് സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ വരില്ല സങ്കടം വന്നു കഴിഞ്ഞാൽ. അടുത്ത പരസ്പരം ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്വഭാവം രണ്ടുപേരുടെയും. കൃഷ്ണേന്ദുവിന്റെ രാഹുൽ പറഞ്ഞു, രാഹുലിന്റെ കൃഷ്ണേന്ദു പറയാം. കൃഷ്ണേന്ദുവിന്റെ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കണ്ടിന്യൂസ്ലി സംസാരിച്ചോണ്ടേയിരിക്കും. ഇപ്പം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്കൊരു അരമണിക്കൂറൊക്കെ പിടിച്ചു നിൽക്കുക കണ്ടിന്യൂസ്. അതും ഒരു ബന്ധമില്ലാത്ത ടോപ്പിക്സ് ആണ്, ഒരേ കാര്യത്തിനെ പറ്റിയല്ല. ഇവിടെ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവിടെ അങ്ങനെ പോയി കുറെ നമുക്കിങ്ങനെ മനസ്സിൽ ഞാൻ ഇങ്ങനെ പിടക്കുകയായിരിക്കും. അതൊന്ന് എനിക്ക് ഒരു ബ്രേക്ക് കിട്ടുന്നത് ശ്രദ്ധിക്കാനായിട്ട്. അപ്പം നമ്മളൊരു ശ്വാസം എടുത്ത് എന്തെങ്കിലും മാറുവാണെങ്കിൽ ഓ അപ്പൊ ഞാൻ പറഞ്ഞൊന്നും ഇവിടെ ആരും കേൾക്കണില്ല, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഒരു ടൈപ്പാ. അപ്പൊ അങ്ങനെ അതെനിക്ക് ഇവൻ ആക്ച്വലി വല്ല ഫോണൊക്കെ നോക്കിയിരിക്കാൻ രാഹുൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ രാഹുൽ അങ്ങനെ പറയും. അത് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഞാൻ പെട്ടെന്ന് മറന്നു പോകും. അപ്പൊ മറന്നു പോകാതിരിക്കാൻ വേണ്ടി എടാ ഒരു കാര്യം കൂടി പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവനാണെങ്കിൽ അത് കേട്ട് മടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അവൻ മൈൻഡ് ചെയ്യില്ല. അപ്പൊ ഞാൻ പറയും ഓ അപ്പൊ നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യാറ്. അപ്പൊ ഞാൻ അതുവരെ ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഒരു ടൈപ്പ്. ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ സേഫ് അതാണ്. നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോ വേറൊരാളുടെ അടുത്ത് പറയുന്നതാണ് അങ്ങനെയാണോ സാരില്ല കുഴപ്പമില്ല എന്തിനാ അല്ല ഞാൻ എന്തിനാ നീ എന്തിന്റെ ആവശ്യം ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നേ.
ഞാൻ വിളിച്ചു കുഴപ്പമുള്ള കുഴപ്പമുള്ള കുട്ടിയാ ആ ഇവ എപ്പോഴും പറയും ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ക്ഷമിച്ചു കൊടുത്തേക്കാം. കോമഡി അല്ല എന്തെങ്കിലുമൊക്കെ ഇവനെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പറയും വയ്യാത്തല്ലേ നിനക്ക് കുഴപ്പമില്ല. ഇനി എന്റെ ഇനി രാഹുലിന്റെ വരാം. രാഹുലിന്റെ ഇറിറ്റേറ്റിംഗ് അങ്ങനെയല്ല, എനിക്ക് ഒന്നും പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. മിസ്റ്റർ പെർഫെക്റ്റ് ആയതുകൊണ്ടൊന്നും ഉണ്ടാവില്ല അല്ലേ? എന്തെങ്കിലും പറ കൃഷ്ണ, കിട്ടിയ ചാൻസ് ആണ് പറയാനുള്ളത്. നീ അലക്കണല്ലേ എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. രാഹുല് ഇതേപോലെ നമ്മൾ തന്നെയാണ്. ഇത്ര ആലോചിക്കേണ്ടി വരിക എന്നുള്ള അതിന്റെ അർത്ഥം തന്നെ അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു ഇടയ്ക്ക് 5 മറന്നു പോകുന്നു, അതുകൊണ്ടാണ്. എന്നെ സംബന്ധിച്ച് ഒരു 5 പറയാൻ പറഞ്ഞാൽ 5 പോയിന്റ് ബൈ പോയിന്റ് എനിക്ക് പറയാൻ പറ്റും. അല്ല ഞാൻ അവനെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് അങ്ങനെ കാണാറില്ല. Nice ആയിട്ട് രക്ഷപ്പെട്ടു. ഓക്കെ, നിങ്ങൾ ആരാണ് റിയൽ ലൈഫ് ഭയങ്കര റൊമാൻറ്റിക് പേഴ്സൺ? റൊമാൻറ്റിക് പേഴ്സൺ രാഹുലല്ലേ? ഒന്നുമില്ല. കൃഷ്ണേന്ദു ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത പേഴ്സൺ ആണ്. അതെന്താ? കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇവിടെ ഒരു ആൺകുട്ടിയായിട്ട് എന്ന് വെച്ചാൽ ഈ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു നമ്മുടെ നെയ്ബറായിട്ട് ഒരു ഇറിറ്റേറ്റിംഗ് ഒരു ചെക്കൻ ഉണ്ടെന്ന് നോക്കി. നമ്മുടെ അടുത്തൊക്കെ ഇടയ്ക്ക് വീട്ടിലൊക്കെ വന്ന് നമ്മുടെ റൂമിലൊക്കെ വന്ന് അലമ്പൊക്കെ ആക്കി നമുക്ക് ഒരു ഇറിറ്റേറ്റിംഗ് അങ്ങനത്തെ ആളായിട്ടാണ് ഇവളെ ഞാനും നവനീതും കാണുന്നത്. അപ്പൊ കാണ്ട് ഇവൻ പിക്ചറൈസ് ഇവള് റൊമാൻറ്റിസൈസ് ചെയ്യാനുള്ള രീതിയിൽ ഈ കുട്ടി എങ്ങനെയായിരിക്കും, ഇപ്പൊ ഈ കുട്ടി റിലേഷൻ ആയാലും എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. റൊമാൻറ്റിക് ആയിട്ട് ഇവള് സംസാരിക്കും. ഇപ്പൊ ഇവൾക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഇവൾ ആ ബോയ് ഫ്രണ്ട് നോക്കിയിട്ട് റൊമാൻറ്റിക് ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് ഐ കാണ്ട് ഇവൻ ഇമാജിൻ അങ്ങനെ ആളാണ്. പക്ഷെ മീനുമായിട്ട് വരുമ്പോ നമ്മള് ആ ക്യാരക്ടറായിട്ട് കാണുന്നു. കമ്പാരിറ്റീവ് വെച്ച് നോക്കുമ്പോഴേക്കും ഞാനൊരു മനുഷ്യനാണ് സാധാരണ. ഓക്കെ, ലൈഫിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നുന്ന ഒരു ഫാൻ മൊമെന്റ് നിങ്ങൾ ഈ സീരിയലൊക്കെ വന്നതിന് ശേഷം? ഫാൻ മൊമെന്റ് പറഞ്ഞാൽ കണ്ണൂര് നമ്മള് ഒരു ഷോയ്ക്ക് പോയത്, 2 സീരിയൽ ലോഞ്ച് ഉണ്ടായിരുന്നു, അതിന് പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമില് അധികം ആൾക്കാരൊന്നുമില്ല. അപ്പൊ അവിടെ മറ്റേ എന്തായിരുന്നു അവര് ബ്ലാക്ക് ഡ്രസ് ഒക്കെ ഇട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ, അതൊക്കെ ബോഡി ഗാർഡ് അല്ല, അത് ബൗൺസേഴ്സ് അവരുണ്ടായിരുന്നു അവിടെ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പോവാം. ക്രൗഡ് ഫ്രണ്ടിലാണ്, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരാൾ വന്ന് സെൽഫി എടുത്തോട്ടേ ചോദിക്കുമ്പോൾ തന്നെ നമ്മള് ബിഗിനേഴ്സ് ആണല്ലോ, നമുക്ക് അതൊക്കെ കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ എങ്ങനെയാന്ന് എല്ലാവരും അങ്ങനത്തെ അത്രയ്ക്കൊന്നുമില്ല. നമുക്ക് അവര് സന്തോഷമാണ്, നമ്മളെ സ്നേഹിക്കണ കാരണമാണ് അവരൊന്ന് സെൽഫി എടുക്കുന്നതും അവര് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ അവര് വരുമ്പോ നമുക്ക് സന്തോഷമാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് സ്റ്റേജിന്റെ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. ആ കഴിക്കാൻ പോണ സമയത്ത് കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ. അപ്പൊ ഇവര് മറ്റേ ഇങ്ങനെ കൈയൊക്കെ ചെയിൻ പോലെ പിടിച്ച് നമ്മളെ ഞാൻ ചേട്ടാ എന്താ. അപ്പൊ നമ്മൾ അത്രയ്ക്കും നമുക്ക് ഫസ്റ്റ് ടൈമാണ് അതുപോലെയൊക്കെ ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നത്. അതിന്റെ അപ്പുറം എന്ന് പറയുന്നുണ്ട് മക്കളെ ഒരു ചേച്ചി വീട്ടിൽ നിന്ന് ഇവിടം വരെ വന്നേന്നൊക്കെ പറയുന്നേക്കും സന്തോഷം. ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു ഇതാണ്, ടച്ചിങ് ആയിട്ടുള്ള സംഭവമാണ്. അത് അത്രയും അതൊക്കെ ഒത്തിരി നല്ല സന്തോഷം ഉണ്ടാക്കി. അതൊരു ഞങ്ങൾക്ക് 2 പേർക്ക് അത് ഞങ്ങൾ അപ്പോഴും പറഞ്ഞായിരുന്നു നമ്മളങ്ങനെ. ഇപ്പം മലയാളികളുടെ ഒക്കെ ഉള്ളൊരു സംശയമാണ്, അതായത് നമ്മുടെ രാഹുലും കൃഷ്ണേന്ദും ശരിക്കും കപ്പിളാണോ എന്നൊക്കെ. ഇപ്പൊ മനസ്സിലായി അല്ല, എന്നാലും നിങ്ങൾ തന്നെ പറയണല്ലോ. കാരണം എല്ലാരും ഓഫ് കോഴ്സ് നിങ്ങൾക്ക് തന്നെ പറയാം, നിങ്ങളോട് തന്നെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്നേഹിച്ചുകൂടെ, അല്ലെങ്കിൽ നിങ്ങൾ കപ്പിളാണോ, നിങ്ങൾക്ക് തന്നെ കല്യാണം കഴിച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടോ? എന്റെ ഇന്ന് പോലെ എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് എടേ നിങ്ങൾ സെറ്റ് ആയോ ചോദിച്ചു. ഈ സീൻ അവളെ കുറെ ദിവസത്തിന് ശേഷം വിളിച്ചത്. ഞാൻ പറയട്ടെ, വിളിച്ചിട്ട് ചോദിച്ചായിരുന്നു സെറ്റായോ സംഭവം എന്നൊക്കെ അറിയാം. ഇല്ല, ഇപ്പൊ ഓൾറെഡി ഞങ്ങൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഉണ്ട്. അത് പിന്നെ ചിലപ്പോ മേ ബി റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞു വെച്ചാൽ അത് ഉണ്ടായിന്ന് വരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് വരുന്നത് എന്താന്ന് വെച്ചാൽ എസ്പെഷ്യലി സീരിയലാണ്. ഇപ്പൊ മൂവി 2 പേര് ചെന്ന് വെച്ചാൽ അങ്ങനെ വരുന്നില്ല. സീരിയൽ ഇത്രയും നാള് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് മിക്കവരെ പറ്റി എല്ലാ പേഴ്സണിനെ പറ്റി ഇങ്ങനെ ചോദ്യം ഒബ്വിയസ്ലി വരും. നിങ്ങൾ നല്ല മാച്ചാണ്, പക്ഷെ നമ്മളെന്താന്ന് നമുക്കേ അറിയുള്ളൂ. നാച്ചുറലി വരുന്നൊരു ചോദ്യമാണ്. നമ്മള് ഹെൽപ്പ് ചെയ്ത് പിന്നെ ഇവിടെ എങ്ങനെ ഞങ്ങൾ കാണുന്നതെന്ന് ഓൾറെഡി ഇതിൽ അവർക്കറിയില്ലല്ലോ. അതെ, അവർക്കറിയില്ലല്ലോ നമ്മൾ എങ്ങനെയാണെന്ന്. അപ്പൊ ഇങ്ങനെ നേരിട്ടൊക്കെ പറയുന്നവര് കാണുമല്ലോ, നിങ്ങൾ കല്യാണം കഴിക്കണം ശരിക്കും. അപ്പൊ അപ്പോഴൊക്കെ എന്താ പറയുന്നത് അവരോട്? അല്ല, ഒരു ദിവസം ബീച്ചിൽ ഷൂട്ട് പോയി, നീ ഉണ്ടായിരുന്നില്ല? ഇപ്പൊ ബീച്ചിൽ ഷൂട്ട് പോയ സമയത്ത് നീ ഉണ്ടായിരുന്നില്ല, പൈനാപ്പിൾ വാങ്ങിക്കുന്ന ടൈമില് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ നമ്മള് കോസ്റ്റ്യൂമിലാണല്ലോ നിൽക്കുന്നത്, സിന്ദൂരം തൊട്ടിട്ട് ഇതൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്, താലിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ആ ടൈമിൽ ഒരു അമ്മായി വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, അല്ല എവിടെ കെട്ടിയവനെവിടെ, അങ്ങനത്തെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു സീരിയൽ അവരെ ഓൾറെഡി അതിനെ റിയാലിറ്റി ആയിട്ട് കണ്ടു. സീരിയലാണെങ്കിൽ പോലും അതാണ് ചില സീരിയൽസ് ഒക്കെ ഭയങ്കരമായിട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു പറയുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടു. അപ്പൊ ഇപ്പൊ പിള്ളേര് വേണ്ടാന്നൊക്കെ വെച്ചിരിക്കണോ എന്നൊക്കെ അങ്ങനത്തെ രീതിക്ക് ചോദിച്ചിട്ടുണ്ട്.
ഇപ്പൊ സീരിയലിന്റെ മൂവീസിന്റെ ടാർഗറ്റ് ഓഡിയൻസ് വേറെയാണല്ലോ ഒബിയസ്ലി. അപ്പോഴത്തേക്കും ഈ സീരിയലിൽ കാണുന്ന ഓഡിയൻസിൽ അത് ഭയങ്കരമായിട്ട് അവര് മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ വീട്ടിലെ ഒരു കുട്ടി. അപ്പൊ അത് അപ്പൊ അവർക്ക് അത്ര അതിനനുസരിച്ച് സ്നേഹം ഉണ്ടാവും. പക്ഷെ നെഗറ്റീവ് ചെയ്യുന്ന ആൾക്ക് ഇപ്പൊ ഒരു ദിവസം അല്ല നെഗറ്റീവ് ചെയ്യുന്ന ആൾക്കാരോട് ആ ഒരു ഇതുണ്ടാവും. അത് ക്യാരക്ടറാന്ന് ചിന്തിക്കാതെ ഉള്ള വളരെ കുറച്ച് ആൾക്കാർ അങ്ങനെ. എനിക്ക് തോന്നുന്നു കൃഷ്ണനും ആദ്യമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം എന്തൊരു സ്നേഹമായിരുന്നു ചേട്ടനോട്, ഭയങ്കര ദിവ്യ പ്രണയൊക്കെ കണ്ടോ മറ്റേ അനിയനെ കല്യാണം കഴിച്ചു എന്നൊക്കെയുള്ളത്. അത് എനിക്ക് ഏറ്റവും ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ ആയിരുന്നു. ഇവനില്ലാന്ന് പറഞ്ഞു. കാരണം എനിക്ക് വേണ്ടല്ലോ അവനങ്ങനെ വികാരങ്ങളൊന്നുമില്ല. ഞാൻ എന്നിട്ട് ഉള്ള ടൈമിലുണ്ടായിരുന്നു ആദി ബീനു എന്നുള്ളൊരു ബോണ്ട്. അതായത് പരസ്പരം അത്രയും നല്ലൊരു റിലേഷൻഷിപ്പ് കാണിച്ചിട്ട് പെട്ടെന്ന് ഇവനെ കല്യാണം കഴിച്ച് ഞങ്ങളുടെ ആ ഒരു കപ്പിൾ ഉള്ള സംഭവം ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ആ കല്യാണം കഴിച്ച് വിത്തിൻ എ വീക്കാണ്. കാരണം ചില ആൾക്കാർക്ക് ഉണ്ടായിരിക്കും ഇപ്പോൾ ഉള്ള ഒരു കാസ്റ്റ് മാറിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ആളെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷെ ഇത് അങ്ങനെ ഒരു ചെറിയ രീതിക്ക് പോലും ഞങ്ങൾക്ക് അതൊരു നെഗറ്റീവോ അല്ലെങ്കിൽ ഒരു ഇതായിട്ട് പറഞ്ഞിട്ടില്ല. എവിടെയോ കണ്ണു പറ്റാതിരിക്കാൻ 2-3 ആൾക്കാർ എന്നൊക്കെ പറയണ പോലെ. പക്ഷെ അത് പെട്ടെന്ന് തന്നെ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്തു. അതിപ്പോ മെജോറിറ്റി ഇപ്പോൾ അത് നല്ല വേറെ രീതിക്ക് കാണുന്ന ആൾക്കാരാണെച്ചെങ്കിൽ, കുറച്ച് പ്രാക്ടിക്കലായിട്ട് കാണാത്ത ആൾക്കാരാണെച്ചെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒരുത്തനെ അവൻ മരിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അത് അവന്റെ അനിയനെ തന്നെ കല്യാണം കഴിക്കുക, ഒരു പെങ്ങൾ അല്ലെങ്കിൽ ബ്രദർ സ്ഥാനത്ത് വരുന്ന ആൾക്കാരെ. പക്ഷെ അങ്ങനെ പറയുന്ന കുറച്ച് പേരുള്ളൂ ഇപ്പൊ, വളരെ മൈന്യൂട്ട് ആയിട്ട്. കാരണം ബാക്കി എല്ലാവരും ഇപ്പൊ ഇത് സ്റ്റോറിയാണ്, സ്റ്റോറി ലൈൻ ഇങ്ങനെയാണ്, ഇതിന്റെ ക്യാരക്ടേഴ്സ് ആണെന്ന് വളരെ ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് സത്യമായിട്ട് കൂടുതലും. അപ്പൊ അതൊക്കെ ഒത്തിരി ഇപ്പൊ ഈ നമ്മള് കപ്പിൾ കോമ്പോസ് ഒക്കെ വരുമ്പോഴേ ഏറ്റവും കൂടുതൽ ഇപ്പം ഒരു സമയത്ത് പരസ്പരം അതിനകത്തെ സൂരജ് ദീപ്തി, പിന്നെ ഇങ്ങോട്ട് ഇപ്പൊ ചന്ദ്രമഴയിലെ അങ്ങനെ കുറെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് ആണെങ്കിൽ സാന്ത്വന അല്ലെ ശിവാഞ്ജലി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങളാണൊരു കപ്പിൾ കോമ്പോ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് എൻക്വയറീസ് ഒക്കെ വരുമല്ലോ, ഇനാഗ്രേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞ എൻക്വയറീസ് ഒക്കെ വരാറുണ്ട്. തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പൊ പോലും നമ്മള് ചിന്തിക്കാറുണ്ട് നമ്മളെ എന്താ അങ്ങനെ. ഇപ്പൊ എന്നും ചിലപ്പോ അന്ന് എന്നെ ഇന്റർവ്യൂവിൽ ഒറ്റയ്ക്ക് വിളിച്ചത്. അപ്പൊ അങ്ങനത്തെ രീതിക്ക് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങനെ ആ ഒരു ഇത് മാത്രല്ല, നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടതിന്റെയും ഒരു ഡിഫറൻസ് അതിലുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ ഇപ്പൊ മാക്സിമം നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറയാറുണ്ട് ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ. പക്ഷെ ഞാൻ ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ അതിങ്ങനെ അധികം പോസ്റ്റോ കാര്യങ്ങളോ അങ്ങനെ അധികം ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ്. മേ ബി അതുകൊണ്ട് ചെയ്യണമായിരിക്കും. അതെ, നമ്മൾക്കെന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പൊ എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കിപ്പോ ഇത് ഇപ്പോഴാണ് നമ്മുടെ ഒരു സീരിയൽ ആൾക്കാർ അറിയുന്നതാണ് പോലും. അപ്പൊ ആ ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ പോലും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പോണോ, എന്നെ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇൻഫ്ലുവൻസർ ആയിരുന്നു ഞാൻ മുമ്പ് മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഇന്റർവ്യൂവിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ എൻ്റെ മൈൻഡിലുള്ളത്, എനിക്ക് ഒരു ഇന്റർവ്യൂവിൽ പോയി ഇരിക്കുമ്പോൾ ആൾക്കാർ താഴെ വന്ന് കമന്റ് ഇതൊക്കെ ആരാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ അതല്ലാതെ എനിക്ക് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കായിട്ട് കോൺഫിഡൻസിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സംഭവം ഉണ്ടാവണം, അങ്ങനത്തെ ഒരു ഇത് എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഉണ്ട്, നമ്മൾക്ക് കാരണം ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്റർവ്യൂവിലാണെങ്കിലും വന്നിരിക്കുന്നത്. പിന്നെ സീരിയൽ ആണെങ്കിലും ഇപ്പൊ പേരായിട്ട് ചെയ്യുന്നവർ യൂഷ്വലി റീൽസും കാര്യങ്ങളൊക്കെ ഇടും. പക്ഷെ അതിൽ ഞാൻ പേഴ്സണലി ഭയങ്കര പുറകോട്ടാണ്. റീൽസ് ഇങ്ങനെ കാര്യങ്ങൾ എടുക്കാനാണെങ്കിലും ഡാൻസ് കാര്യങ്ങൾ. കാരണം എനിക്ക് 30 years ആണ്. ഈ 30 വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് നമ്മളിപ്പോ ഒരു ബാത്റൂമിൽ പോലും നമ്മൾ ചുമ്മാ ഈ കുളിക്കുമ്പോ ഡാൻസ് പോലും ചെയ്യാത്ത ഞാൻ ആദ്യമായിട്ട് ഈ ഏഷ്യാനെറ്റിൽ വന്നിട്ട് അതിന്റെ പ്രോഗ്രാമിലാണ് ചെയ്തത്. അത് കണ്ടാലും പറയും പഠിച്ചു വരുന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ അത് ഭയങ്കര വെരി സപ്പോർട്ടീവ്. കാരണം കൃഷ്ണൻ എന്ന് പറയുന്നത് 3 വയസ്സുള്ള തൊട്ട് സ്റ്റേജിൽ കയറിയ ആളാണെന്നൊക്കെയാണ് പറയുന്നത്. ആയിക്കോട്ടെ. അല്ലല്ല, ഞാൻ കുഞ്ഞുനാളും പോലെ എനിക്ക് അങ്ങനെ സ്റ്റേജ് ഫിയർ സംഭവം. എന്നെ വിളിക്കാനായിട്ട് മുമ്പ് ഞാൻ ഓടി കയറി അങ്ങനെ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാള് ഒട്ടും അറിയാത്ത എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അതിൽ സ്റ്റാർട്ട് മ്യൂസിക്കില് ചെറിയ സ്റ്റെപ്പൊക്കെ ഉള്ളൂ പറഞ്ഞാൽ വിളിച്ചത്. ചെന്ന് നോക്കിയപ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര വലിയ സ്റ്റെപ്പൊക്കെയാണ്. കൈ സ്ഥലത്ത് പോകുമ്പോ കാല് വേറെ സ്ഥലത്തേക്ക് പോകണം. പക്ഷെ ബ്രെയിൻ അത് കോർഡിനേറ്റ് ചെയ്യുന്നില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ അങ്ങനെ ചെയ്യുന്നത്. ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ അധികം ഈ റീൽസും കാര്യങ്ങളൊന്നും അധികം ഞാൻ എടുത്ത് അങ്ങനെ ഇടാറില്ല. മേ ബി അതിന്റെ ഒരു പോരായ്മ ഉണ്ടാവും കേട്ടോ. കാരണം എല്ലാവരും പറയാറുണ്ട് നിങ്ങൾ റീൽസ് ചെയ്യുക കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ എനിക്ക് അതൊക്കെ അത്ര ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അതൊക്കെ ചെയ്തത്. റീൽസ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നവനീത്തൊക്കെ നന്നായിട്ട് ഡാൻസ് ചെയ്യും. നവനീത് അവര് ഇവരാണെങ്കിൽ വന്നു പ്ലാൻ ചെയ്തു, 2 സ്റ്റെപ്പ് കാണിച്ചു, 3ാമത്തെ പ്രാവശ്യം അവരങ്ങ് റീൽസ് എടുക്കുക. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അതറിയില്ല. എനിക്കെന്ന് പറഞ്ഞ സ്റ്റെപ്പാണെങ്കിൽ അത് വീട്ടിൽ പോയാണെങ്കിലും രാത്രിയാണെങ്കിലും ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ആ
ആ ഒരു കാരണം കൊണ്ടായിരിക്കും ഞങ്ങൾ അങ്ങനെ അധികം റീൽസും കാര്യങ്ങളൊന്നും അങ്ങനെ എല്ലാവരും കൃഷ്ണ ചെയ്യുന്ന പോലെ പറയാറില്ലേ? പറയാറുണ്ട്. പിന്നെ പറഞ്ഞ പിന്നെ അല്ല അവളങ്ങ് അങ്ങനെ ഉപേക്ഷിച്ചു മുമ്പ് മടുത്തു. ഉണ്ടായിരുന്നു. മുമ്പ് നമുക്ക് ചെയ്യാം. അതായത് ഞാൻ കൂടുതലും റീൽസിന് വേണ്ടിയിട്ട് ഞാനും എനിക്കിപ്പോ അതായത് റീൽസ് വന്ന ടൈമിൽ ഞാൻ കുറേ ചവറ് പോലെ വാരി വലിച്ച് ചെയ്തിരുന്ന ഒരാളാണ്. പിന്നെ നമുക്ക് അതിനോടുള്ള ആ ഒരു അട്രാക്ഷൻ സംഭവങ്ങൾ ഫസ്റ്റത്തെ ഒരു ഇതുണ്ടായിരുന്നു, അതിൽ ചെയ്തു. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും എനിക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോം മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ ദുൽഖർ സൽമാന്റെ കൂടെ ഒരു ആഡ് ഞാൻ വന്നിട്ടുണ്ട്. കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആഡിന്റെ ടൈമിൽ എന്ന് പറഞ്ഞാൽ ആ റീച്ച് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. കാരണം അത് കിട്ടുന്ന പേയ്മെന്റ് ആയിക്കോട്ടെ, അത് എനിക്കൊരു പ്രൊഫൈലായിട്ട് ഞാൻ അത് വെച്ചു. അതേപോലെ ഫേസ് ഓഫ് കേരള പോയ ടൈമിലും ഇപ്പോഴും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ബയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് മിസ് ഫേസ് ഓഫ് കേരള 2090 ആ സംഭവങ്ങളൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം എനിക്കൊരു വർക്ക് വരുമ്പോൾ എനിക്ക് ഇപ്പോൾ സീരിയൽ പോലെ തന്നെ ഞാൻ ആഡ് ഷൂട്ട് സംഭവങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ വെച്ചിട്ടാണ് നമ്മുടെ പേയ്മെന്റ് ആണെങ്കിലും നമുക്ക് കിട്ടുന്ന വർക്ക് ആണെങ്കിലും വരുന്നത്. കണ്ടോ? തീർച്ചയായും കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും. ഇതൊക്കെ മറ്റേ സ്ട്രാറ്റജി ഒക്കെ ചോദിച്ചു പഠിക്കണം. അല്ല അത് നമുക്കെന്ന് പറഞ്ഞു വെച്ചാൽ വ്യത്യാസമുണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഇതുപോലെ ഇന്റർവ്യൂവിന് പോയ ടൈമിലാണെങ്കിലും ഞാനൊരു ഷൂട്ട് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സെയിം ബ്രാൻഡിന്റെ ഷൂട്ട് ഞാനൊരു 3-4 years ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കിട്ടിയ എമൗണ്ടിന്റെ ഒരു 5 times കൂടുതലാണ് എനിക്ക് ഈ ഒരു ഏഷ്യാനെറ്റിൽ വന്ന നായികയായതിൻ്റെയും അതേപോലെ തന്നെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം റീച്ച് ആയിക്കോട്ടെ എല്ലാം ഒരു ഫാക്ടറാണ്. അപ്പൊ മാക്സിമം ഞാനിപ്പോ യൂട്യൂബ് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ എനിക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോം ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. യൂട്യൂബ് ഒക്കെ ഞങ്ങളെ എന്റെ ഫേസ് കാണിച്ചല്ലേ? ചുമ്മാ വന്നിട്ട് ഞാനും നവനീതി ഇരിക്കും ചുമ്മാ ഒരു ചോദ്യം ചോദിക്കും. ആക്ച്വലി ക്യാമറ ഉണ്ട് നമ്മൾ അപ്പോഴും അറിയുന്നത്. ഇവളെപ്പോഴും നമ്മൾ സൂക്ഷിക്കണം, നമ്മളത് എടുത്തു. ജസ്റ്റ് ഒരു ചോദ്യം ചോദിച്ച് ഇവിടെ എന്തോ ഷോർട്സ് സംതിങ് ഇട്ടു, പിന്നെ എന്തോ നോക്കിയത്തേക്ക് അതിൽ നിന്ന് പൈസയാണ്. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാര്യം അറിയുപോലും ഇല്ല. ഇപ്പൊ ഇവിടെ വന്ന് നമ്മൾ ചില്ല് ചെയ്യുന്നതിന്റെ കൂടെ ഒരു ക്യാമറ ഇങ്ങനെ ഉണ്ടാവും, അത് എടുത്തിട്ട് ഇവള് പൈസ ഉണ്ടാക്കും. അപ്പൊ ഞങ്ങളൊക്കെ അങ്ങ് വിറ്റ് അപ്പൊ ചോദിക്കാറുണ്ടോ എനിക്ക് എന്റെ പൈസ എടുക്കല്ലേ, കമ്മീഷൻ എടുക്കുന്നൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട്. പിന്നെ അപ്പൊ നമ്മള് കൊറേ വിശേഷങ്ങൾ നമ്മള് കൃഷ്ണേന്ദുവിന്റെയും രാഹുലിന്റെയും കേട്ടു. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരെയും കൈ കിട്ടിയിട്ട് ഒരു റൊമാൻറ്റിക് സാധനം എടുക്കാതെ എനിക്ക് എന്തായാലും ഞാൻ വിടത്തില്ല. അപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ മുമ്പേ പറഞ്ഞിരുന്നില്ല, ആദ്യം ആള് ഫുഡൊന്നും കഴിക്കാത്ത ആളാണ്, പക്ഷെ ഇപ്പൊ ഫുഡ് കഴിച്ച് വെയിറ്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു സീനില്ല ഇങ്ങനെ എടുത്തു പൊക്കുന്നൊക്കെ സീനൊക്കെ വരുമ്പോഴത്തേക്കിന് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലില്ല, ആക്ച്വലി കൂടിയിട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. കമ്പാരിറ്റീവ്ലി ഇപ്പൊ ലൈറ്റ് വെയിറ്റ് നായികയാണ്. അപ്പൊ ഈ ലൈറ്റ് വെയിറ്റ് നായിക നമ്മുടെ നായകൻ ഒരു നായകനും നായികയും കൂടെ റൊമാൻറ്റിക് സാധനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്ത് കാണിക്കൂ. അതെ, അത് ഞങ്ങളൊരു സിഗ്നേച്ചർ സാധനമായി മാറിക്കൊണ്ടിരിക്കണേ എടുത്തു പോകുന്ന സംഭവം. അതെ അതെ, ഇപ്പൊ ഡാൻസ് ആയിക്കോട്ടെ, ഇപ്പൊ ഷോസിന് പോവാണെച്ചെങ്കിലും അതെ, സീരിയലിലാണെങ്കിലും അതെ, ഇതാണോ ഓക്കെ ഓക്കെ. ഇപ്പൊ നമുക്ക് ഹണിമൂൺ സീക്വൻസ് ഉണ്ടായിരുന്നു, അതിലും ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ഭാര്യമാരെ എടുത്ത് ഭർത്താക്കന്മാര് നടക്കുന്ന പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോ അപ്പോഴാണ് ഓടണം. എനിക്ക് മാത്രം കുഴപ്പമില്ലല്ലോ, ബാക്കി എല്ലാരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ കാണിക്കൂ, ഞാൻ കാണട്ടെ ഒന്ന്. എന്താ ഞാനിപ്പോ ഇവിടെ കണ്ടത്? എന്താ ഇവിടെ സംഭവിച്ചത്? സ്ഥിരം ചെയ്യുന്നതാണ് ആക്ച്വലി. ഞാൻ മറ്റേ ഇപ്പം താമസിക്കുന്ന ഇച്ചിരി ഹോസ്റ്റലാണ്. ഇപ്പൊ ഞാനിങ്ങനെ വല്ലപ്പോഴൊക്കെ സീരിയൽ കാണാറുള്ളൂ. ഇത് ഞാൻ ഡെയിലി സീരിയൽ കാണും. ഈ കാതോട് കാതോട് ഡെയിലി ഒരു ഹോസ്റ്റലിൽ കയറി സമയം ഇല്ലെങ്കിൽ പോലും ചെയ്തിട്ട് കാണും. കൂടുതൽ ആൾക്കാർക്ക് ഇത് തന്നെ തോന്നട്ടെ. എന്ത് റൊമാൻറ്റിക് ആണ് ഇവര്.